RJD സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിസന്നദ്ധത അറിയിച്ച് MP ശ്രേയാംസ് കുമാർ LDF വിടണമെന്ന ആവശ്യത്തെ ചൊല്ലി സംസ്ഥാന നേതൃയോഗത്തിൽ തർക്കമുണ്ടായതിന് പിന്നാലെയാണ് രാജിസന്നദ്ധത അറിയിച്ചത്. മുൻമന്ത്രി KP മോഹനൻ ഉൾപ്പെടെയുള്ളവർ മുന്നണി മാറ്റത്തെ എതിർത്തു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് MP ശ്രേയാംസ് കുമാർ ഇത്തരത്തിലൊരു രാജിസന്നദ്ധത അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജിസന്നദ്ധത അറിയിച്ചത്? മറ്റ് വിവരങ്ങൾ കൂടി. രാഖി, CPM-ന്റെ പ്രധാന കക്ഷിയാണ്, 11 കക്ഷികളിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് RJD. ഈ RJD ആണ് ഈ തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം പോകുമോ അല്ലെങ്കിൽ UDF-നൊപ്പം പോകുമോ, ഇങ്ങനെ ഒരു നിർണായക മീറ്റിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. RJD-യുടെ നേതൃയോഗമാണ്. ഇന്ന് 11 മണിക്കാണ് ഈ നേതൃയോഗം ആരംഭിച്ചത്. മാത്രമല്ല, ഈ RJD-യെ സംബന്ധിച്ച്, കോഴിക്കോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ നിരവധി പരാതികൾ ഉന്നയിച്ചുകൊണ്ട് ഒരു 6 പേജുള്ള ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് നേതൃത്വത്തിന് നൽകിയിരുന്നു. CPM തങ്ങളെ കഴിഞ്ഞ തവണ RJD-യിലെ 5 സ്ഥാനാർത്ഥികളായിരുന്നു കോഴിക്കോട് മത്സരിച്ചത്. ഈ 5 സ്ഥാനാർത്ഥികളും മത്സരത്തിൽ തോൽക്കുകയും ചെയ്തിരുന്നു. ഈ തോൽവിക്ക് പിന്നിലെ കാരണം CPM ആണ് എന്നൊരു ഗുരുതര ആരോപണം ഉന്നയിച്ചായിരുന്നു RJD ആദ്യം രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഈ ഒരുവിധ സഹായവും CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നിരുന്ന സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള പരാതിയായിരുന്നു RJD ഈ CPM-ന് നേരിട്ട് തന്നെ കൈമാറിയത്. ഈ പരാതിക്ക് മേൽ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുത്തില്ലെങ്കിൽ മുന്നണി മാറ്റം അടക്കമുള്ളതിലേക്ക് തങ്ങൾ കടക്കുമെന്നൊരു സൂചന കൂടി ഈ പരാതിയിൽ CPM ജില്ലാ നേതൃത്വത്തിന് കൊടുത്ത ഈ പരാതിയിൽ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ RJD-യുടെ നേതൃയോഗം കോഴിക്കോട് നടക്കുന്നത്. ഈ യോഗത്തിൽ കൃത്യമായി തന്നെ ചർച്ചയാകുന്നത് നേരത്തെ തന്നെ RJD നേതാവായിട്ടുള്ള ശ്രേയാംസ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇനി CPM-നൊപ്പം മുന്നോട്ട് പോകുന്നത് അത്ര പന്തിയല്ല എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ RJD നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഈ ഒരു മുന്നണി മാറ്റം അത് ശരിയല്ല എന്നുള്ളതാണ് RJD നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്. എന്തായാലും ഇനി കൃത്യമായി തന്നെ 3 മണിയോടുകൂടി ഈ മീറ്റിംഗ് അവസാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ RJD നേതാക്കൾ മാധ്യമങ്ങളെ കാണും. ഇതിലായിരിക്കും കൃത്യമായി അവർ എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കം, CPM-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമോ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ അല്പസമയം കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ്. എന്തായാലും RJD CPM-ലെ 11 ഘടകകക്ഷികളിൽ നിലവിൽ തന്നെ വലിയ തർക്കമുള്ള ഒരു ഘടകകക്ഷി കൂടിയാണ് RJD. CPM-മായി അത്ര അടുപ്പത്തിലല്ല എന്നുള്ളത് കൂടിയാണ്. എന്തായാലും എന്താകും RJD-യുടെ നിലപാട്, തീരുമാനം, അതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. രാഖി.